ഈ ജൂൺ മാസത്തിൽ PSC ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ആദ്യത്തേത് ഒരു കളക്റ്റീവ് നൗൺ. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കാൾഡ്. പരുന്തിന്റെ കൂട്ടത്തിന് എന്തെന്നാണ് പറയുന്നത്? അപ്പൊ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. കൺവൊക്കേഷൻ എന്നുള്ളതാണ് ആൻസർ. അതല്ല എങ്കിൽ SOAR സോർ എന്നുള്ള പദവും ഉപയോഗിക്കാറുണ്ട്. SORE സോർ ഉണ്ട്. മുറിവ്, വ്രണം എന്നുള്ള അർത്ഥത്തില്. മൈസൂറിന്റെ സ്പെല്ലിംഗ് അതാണ്. SOAR സോർ അത് പറന്നുയരുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അതിനോടൊപ്പം SOUR സവർ ഒരു ചവർപ്പ്, അങ്ങനെയുള്ള രുചിയെ പറയുന്ന സവർ ചോദിച്ചിട്ടുണ്ട്. വാക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആലോചിക്കുക. കളക്റ്റീവ് നൗണില് ഈഗിളിന്റെ കളക്റ്റീവ് നൗണിനെ അറിയപ്പെടുന്നത് കൺവൊക്കേഷൻ എന്നാണ്. അതല്ലെങ്കിൽ സോർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഔളുമായി ബന്ധപ്പെട്ടതും കൂടെ ആലോചിച്ച് വെച്ചേക്കാം. ഔൾ എന്ന വാക്ക് പാർലമെന്റ് ആണ്. ഔളിന്റെ കൂട്ടത്തിന്റെ പേര് പറയുന്നത് പാർലമെന്റ് എന്നാണ്. സ്പെല്ലിംഗ് എഴുതുമ്പം LIA പാർലിയാമെന്റ് എന്ന് എഴുതിയേക്കുക. അപ്പൊ സ്പെല്ലിംഗ് ശരിയാകും പാർലിയാമെന്റ്. സ്പെല്ലിംഗ് എറേഴ്സും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ. പിന്നീട് ബേർഡ്സിനെ പൊതുവെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നിങ്ങനെയും പറയാറുണ്ട്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യമായിട്ട് നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു പ്രയോഗമാണ് ചോദിച്ചേക്കുന്നത്. നെയ്തർ നോർ. ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ കൺകോഡ്. കൺകോഡ്. അപ്പോ നെയ്തർ നോർ കണ്ടു കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ ആളെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. രണ്ടാമത്തെ ആൾ ഇവിടെ നോക്കി, ഹിസ് ഫ്രണ്ട്സ്, അത് പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് അതിനനുസരിച്ചായിരിക്കണം വരേണ്ടത്. ഇവിടെ നോക്കുക, ഈസ് ആണ്, ഹാസ് ആണ്. ഇത് രണ്ടും സിംഗുലർ ആണ്. ആറാണ് പ്ലൂറൽ ആയിട്ട് വരുന്നത്. നമുക്ക് പ്ലൂറൽ ആണ് വേണ്ടുന്നത്. therefore ആൻസർ എന്തായിട്ട് വരും? ആർ ഗോയിങ് എന്നുള്ളതായിട്ട് വരും. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ഉദാഹരണമാണ് എക്സംബ്ലി ഗ്രാഷ്യ. നമ്മുടെ എക്സാമ്പിൾ EG നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും എഴുതുന്നതാണ്. EG എക്സംബ്ലി ഗ്രാഷ്യ. ഉച്ചാരണം എന്താണെന്തോ, എന്തായാലും എക്സംബ്ലി ഗ്രാഷ്യ അത് ലാറ്റിൻ വേർഡ് ആണ്. എക്സാമ്പിളിന്റെ എന്താണ് ഒരു പൂർണ്ണമായ രൂപമാണ്. അടുത്തൊരു ചോദ്യം പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ ടെൻസിന് ചേഞ്ച് വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ചിൽഡ്രൻ മേക്ക് എ കേക്ക്. അപ്പൊ പിറകിൽ നിന്ന് തുടങ്ങി എ കേക്ക്. കേക്കിനോടൊപ്പം സിംഗുലർ എ കേക്ക് ഈസ് മെയ്ഡ് ബൈ ചിൽഡ്രൻ എന്നുള്ള ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഹി സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി. ഇതിൽ ഈ ഡിപ്ലോമാറ്റിക്കലി എന്ന് പറയുന്ന വാക്ക് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്? പാർട്സ് ഓഫ് സ്പീച്ച് എത്രണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹി അവൻ ഒരു വ്യക്തിയാണ്, അത് സബ്ജക്റ്റ് ആണ്, നൗൺ. സ്പോക്ക് സംസാരിച്ചു. സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, വെർബാണ്. എങ്ങനെ സംസാരിച്ചു? വെരി ഡിപ്ലോമാറ്റിക്കലി, നല്ല രീതിയിൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ച. ഡിപ്ലോമാറ്റിക് എന്ന വാക്ക് അപ്പം ആരെ വിശേഷിപ്പിക്കുന്നതാണ്? അങ്ങനെ സംസാരിച്ച രീതിയെ വിശേഷിപ്പിക്കുന്നതാണ്. therefore വെർബിനെ വിശേഷിപ്പിക്കുന്നതായതുകൊണ്ട് ഡിപ്ലോമാറ്റിക്കലി എന്ന വാക്ക് ആരായിട്ട് മാറുന്നു? ആഡ്വർബ് ആയിട്ട് മാറുന്നു. ആലോചിക്കേണ്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആരെ വിശേഷിപ്പിക്കുന്നതാണ്? നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. റോസ്, എ റെഡ് റോസ്, പൂവിനെ വിശേഷിപ്പിച്ചു. റെഡ് റോസ് അത് അഡ്ജക്റ്റീവ് ആണ്. റെഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ സ്പോക്കിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണത് ആഡ്വർബ് ആയിട്ട് മാറുന്നത്. അടുത്തൊരു ഇഡിയമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വളരെ വിരളമായി എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെൽഡം എന്ന വാക്ക് കുറച്ചുകൂടെ യോജിക്കും. സെൽഡം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വളരെ വിരളമായി. എനിക്കൊന്നും ഒരു മാസത്തിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനാണ്. അങ്ങനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പ്രയോഗം വന്നിരിക്കുന്നത്. അടുത്തൊരു വാക്ക് കോമ്പൗണ്ട് വേർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ബ്ലോക്ക് ഹെഡ് എന്നുള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ഹെഡ്, ഫൂളിഷ്, സ്റ്റുപ്പിഡ് പേഴ്സൺ എന്നാണ് ബ്ലോക്ക് ഹെഡ്. ഇപ്പൊ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ റൂട്ട് വേർഡ്സ് കൂടി ചേർന്ന് പുതിയൊരു വേർഡ് രൂപം കൊള്ളുന്നു. അതാണ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇവിടെ ബ്ലോക്ക് ഹെഡ്, ബ്ലോക്ക് തടയുക എന്നും ഹെഡ് തലയെന്നുമാണ് അർത്ഥം. പക്ഷെ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴോ ബ്ലോക്ക് ഹെഡ് എന്ന് പറയുമ്പോഴോ സ്റ്റുപ്പിഡ് അല്ലെങ്കിൽ ഫൂളിഷ് പേഴ്സൺ എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരുന്നു. അടുത്തൊരു ചോദ്യം, 68ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഏത് പ്രപ്പോസിഷൻ ആണ് യോജിച്ചത്? ഏതൊരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾ അന്വേഷിക്കാതെ നീ എവിടെ നിന്നാണ് വരുന്നത്? വേർ ആർ യു കമ്മിങ് ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്ന്? ഫ്രം. അപ്പോ ഈ പ്രപ്പോസിഷൻ ആലോചിച്ചേക്കാം. ഫ്രമും ടൂവും പ്രപ്പോസിഷൻ ആലോചിച്ചേക്കാം. ഫ്രം ടു, ഫ്രം കുത്തു 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 ടു,
ഫ്രം ഇവിടെ നിന്നും ടു അവിടേക്ക്, ഫ്രം ഇവിടെ നിന്നും ടു അവിടേക്ക്. കത്തില് ഫ്രം ആരുടെ അഡ്രസ് അയക്കുന്ന? നമ്മുടെ അഡ്രസ്. ടു എങ്ങോട്ടാണോ പോകേണ്ടുന്നത് അവിടുത്തെ അഡ്രസ്സാണ് വയ്ക്കുന്നത്. അപ്പൊ വേർ ആർ യു കമ്മിങ് ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. അടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. മൊങ്കൂസ്, കീരിയാണ് നമ്മുടെ സാധനം. മൊങ്കൂസ് സെപ്പറേറ്റ്, സെപ്പ എന്ന് ആലോചിക്കുക, സെപ്പ, പ പി എ, സെപ്പ സെപ്പറേറ്റ്. പ്രിം റോസ്, അതൊരു പൂവാണ്. ROSS അല്ല, ROSC, നമ്മുടെ പൂവ് തന്നെയാണ്, ROSC. ഹോമിയോപ്പത്, ഹോം എന്നെഴുതുക, ഓ എഴുതുക, ഹോം ഓ പത്, ഹോമോപ്പതി, ഹോം ഓ പതി എന്നെഴുതിയാലും സ്പെല്ലിംഗ് ശരിയാവും. ഇങ്ങനെയും കണ്ടിട്ടുണ്ട്. ഹോം ഇഒ, ഇവിടെ ഓ മാത്രമേ ഉള്ളൂ, അതിന് മുമ്പ് ഒരു ഇയും കൂടെ ചേർത്ത് ഹോം ഇഒ പതി എന്ന് എഴുതിയാലും അത് ശരി തന്നെയാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 70ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് വിശദീകരിക്കാൻ അറിയില്ല. ഇതിനെക്കുറിച്ച് ഉത്തരം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കുക. വിശദീകരണം അറിയാവുന്നവരൊന്ന് കമന്റ് ടൈപ്പ് ചെയ്തേക്കണേ. നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി അല്ല എന്നുള്ള കാര്യം അറിയാം. കാരണം ഡിഡ് വന്നതുകൊണ്ട് റീച്ച്ഡ് എന്ന വാക്ക് പിന്നെ ഉപയോഗിക്കില്ല. ഡിഡ് റീച്ച് എന്നേ പറയും. നൺ ഓഫ് ദ എബോവ് ആയിരിക്കില്ല എന്നുള്ളത് ഗസ് ചെയ്തു. അപ്പൊ ഓപ്ഷൻ എയോ സിയോ ആണ്. അതിൽ പ്രൊവിഷണൽ എ ആണ് തന്നേക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എ ആണോ സി ആണോ എന്നൊന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് പറഞ്ഞേക്കണേ. അപ്പോ മൊങ്കൂസിന്റെ സ്പെല്ലിംഗ് നോക്കുക. MONGOOSE ഉണ്ട്. ഇവിടുത്തെ ഇ ആണ് നേരത്തെ വന്ന പ്രശ്നം. മൊങ്കൂസ് നമ്മുടെ കീരിയാണ് ആള്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും കണ്ടന്റുകളും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ചോദ്യവും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇത് ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതി ഇല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഹെൽപ്പിംഗ് ആയിട്ടാണ്. അറിയാവുന്നവർ എൻ്റെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചെയ്തു നോക്കാനുള്ളവർക്ക് കോമൺ ആയിട്ട് ഈ ഒരു രീതി അവലംബിക്കാം. ഓക്കെ, ഡിസംബർ 25 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ജനുവരി 26 ഏത് ദിവസമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 25 കഴിഞ്ഞ് 26 ബുധൻ, 27 അങ്ങനെ എണ്ണി 28, 29, 30, 31 തിങ്കളാണ്. therefore ജനുവരി 1 ചൊവ്വ. ഈ സംഖ്യകൾ 1, 8, 15, 22 തീയതികൾ ഒരേപോലെയാണ് വരുന്നത്. 1, 8, 15, 22. അപ്പോൾ 1 ചൊവ്വയാണെങ്കിൽ 22 ചൊവ്വയാണ്. 23 ബുധൻ, 24 വ്യാഴം, 25 വെള്ളി, 26 ശനി എന്നുള്ള രീതിയിൽ കിട്ടും. ഈ സംഖ്യകൾ ആലോചിച്ച് വെച്ചിരുന്നത് 1, 8, 15, 22, 29 ഇത് ഒരാഴ്ച കൂടി പോകുന്ന ക്രമമാണ്. ഓക്കെ.